അമൃതതീർത്ഥം ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വ്യത്യസ്ത വാഗ്മയങ്ങളിലും ഈണങ്ങളിലുമായി ഒട്ടനവധി പ്രണയഗാനങ്ങളാണല്ലോ നമുക്ക് സ്വന്തമായിട്ടുള്ളത്. എഴുതപ്പെട്ട് 4 പതിറ്റാണ്ട് പിന്നിട്ടിട്ടും ഇതുവരെയും പുതുമ നഷ്ടപ്പെടാതെ ശ്രോതാക്കളുടെ ഹൃത്തന്ത്രികളിൽ അനുരണനം ഉണർത്തുന്ന ഒരു ഗാനം നമുക്കൊന്ന് പരിചയപ്പെട്ടാലോ? പ്രണയത്തിൻ്റെ തീവ്രതയിലും ലഹരിയിലും ലയിച്ച് സ്വയം നഷ്ടമായി ഒടുവിൽ മരണബോധത്തിലെത്തിപ്പെടുന്ന ഒരപൂർവ രചനയാണിത്. പാട്ട് ഏതാണെന്നറിയണ്ടേ? 1980 പുറത്തിറങ്ങിയ ശാലിനി എൻ്റെ കൂട്ടുകാരി എന്ന ചലച്ചിത്രത്തിലെയാണ് ഈ ഗാനം. MD രാജേന്ദ്രനാണ് ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചിരിക്കുന്നത്. കഥാനായിക തൻ്റെ സഹോദരൻ രചിച്ച ഒരു കവിത വീട്ടിൽ വന്ന കൂട്ടുകാരിയെ കൊണ്ട് പാടിപ്പിക്കുന്നതാണ് സിനിമയിലെ സന്ദർഭം. ഇവിടെ നീ എന്ന് സംബോധന ചെയ്യുന്നത് കവിതയിലെ അജ്ഞാതയായ നായികയെയാണ്. ഹിമാലയത്തിൻ്റെ സൈകത ഭൂമിയിൽ നിന്ന് പ്രണയത്തിൻ്റെ പ്രവാഹമായി അവൾ തന്നിലേക്ക് ഒഴുകി വന്നു എന്ന് നായകൻ സങ്കല്പിക്കുന്നു. ഏറ്റവും ഉയരമുള്ള പർവ്വതമാണല്ലോ ഹിമാലയം. ആ ഉയരത്തിൽ നിന്ന് താഴേക്കുള്ള ഒഴുക്കിനെ ഒരു ശക്തിക്കും തടഞ്ഞു നിർത്തുവാനാവില്ല. അത്ര ബലിഷ്ഠമാണ് പ്രണയത്തിൻ്റെ തീവ്രതയെന്ന് ഈ കൽപ്പന സൂചിപ്പിക്കുന്നു. ആ പ്രവാഹം തന്നെ ഉറവയെടുക്കുന്നത് ശൈലത്തിൻ്റെ ഹിമത്തിൽ നിന്നല്ല, മഞ്ഞിൻ്റെ അടിത്തട്ടിലുള്ള സൈകതത്തിൽ നിന്നാണ്. സൈകതമെന്നാൽ മണൽ ആണല്ലോ. മണലിൽ നിന്നും ഉറവയെടുക്കുന്ന ജലത്തിന് ശുദ്ധിയും തെളിമയും ഉണ്ടാകും. ആത്മാവിൻ്റെ അടിത്തട്ടിൽ നിന്ന് പിറവിയെടുക്കുന്ന പ്രണയത്തിൻ്റെ സ്വാഭാവികതയും നൈർമല്യവുമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ആ പ്രവാഹം നായകൻ്റെ ഹൃദയത്തിലെത്തുമ്പോഴോ അതൊരു പുതുമഴത്തുള്ളി പോലെയാകുന്നു. പ്രഥമോദ ബിന്ദു എന്ന പ്രയോഗത്തിന് പുതുമഴത്തുള്ളി എന്ന് അർത്ഥം. ആ പ്രണയം നായകൻ്റെ ജീവിതത്തിലെ ആദ്യ അനുരാഗമാണെന്ന് സൂചനയാണ് നമുക്കിവിടെ നൽകുന്നത്. ജലബിന്ദുവിൻ്റെ ഉള്ളിൽ ഒളിച്ചു വെച്ചിട്ടുള്ള അതിഗൂഢമായ ഒരു സുസ്മിതമുണ്ട്, പ്രേമത്തിൻ്റെ നിഗൂഢതയും. അവ നൽകുന്ന ഏകാന്ത ആഹ്ലാദമാണ് ഇവിടെ വെളിവാകുന്നത്. ഗംഗ പോലെ ഒഴുകി വരുന്ന ആ പ്രവാഹമാകുന്ന പ്രണയം നായകൻ്റെ ഹൃദയത്തിലെത്തുമ്പോൾ ഒരു പുതുമഴത്തുള്ളിയായി മാറുന്നു എന്ന ആവിഷ്കാരം എഴുത്തുകാരൻ്റെ കവിത്വസിദ്ധി തന്നെയാണ്. മഹാപ്രവാഹത്തെ വെറും ഒരു കണികയാക്കി മാറ്റുന്ന രചനയുടെ മാസ്മരികത. ഇനി നമുക്ക് അനുപല്ലവിയിലേക്ക് നോക്കാം. നായകൻ്റെ കൈക്കുടന്നയിൽ വന്നു വീഴുന്ന നീലാഞ്ജന തീർത്ഥമാണ് നായികയെന്ന് ഇവിടെ MD രാജേന്ദ്രൻ വിശേഷിപ്പിക്കുന്നു. നീലക്കല്ലാണല്ലോ അഞ്ജനം. ഇത് ഉരച്ചാണ് കൺമഷി ഉണ്ടാക്കുക. പല പ്രസിദ്ധ ക്ഷേത്രങ്ങളിലെയും വിഗ്രഹങ്ങൾ നിർമ്മിച്ചിട്ടുള്ളത് അഞ്ജനശില കൊണ്ടാണ്. ആ നീല വിഗ്രഹങ്ങളിൽ അഭിഷേകം ചെയ്തെടുക്കുന്ന ജലം തീർത്ഥമായും ഉപയോഗിക്കാറുണ്ട്. ഭക്തർ അത് കൈക്കുമ്പിളിൽ ഏറ്റുവാങ്ങി നിർവൃതി അണയുന്നു. ഈ പാട്ടിനുള്ളിലെ നായകൻ തൻ്റെ പ്രണയത്തെ കൈക്കുമ്പിളിൽ വന്നു വീഴുന്ന പുണ്യജലമായി സങ്കല്പിച്ചിരിക്കുകയാണ്. ആ പ്രണയപുണ്യം അരുളുന്ന നിത്യാനന്ദം തനിക്കുമപ്പുറം കടന്ന് വരും തലമുറകൾക്ക് കൂടി സായുജ്യം നൽകുമെന്ന് നായകൻ ചിന്തിക്കുന്നു. അങ്ങനെ പുരുഷാന്തരങ്ങളെ കോൾമയിർ കൊള്ളിക്കുന്ന പീയൂഷവാഹിനിയായി പ്രണയം മാറുകയാണിവിടെ. ശങ്കരാഭരണ രാഗത്തെ സംഗീതാത്മകമായി ലയിപ്പിച്ച് പി മാധുരിയുടെ സ്വരപ്രവാഹത്തിലൂടെ ദേവരാജൻ മാസ്റ്റർ ഈ വരികൾക്ക് ഉയിര് നൽകിയിരിക്കുകയാണ്. ചരണത്തിലും പ്രണയമഴപ്പെയ്ത്ത് തുടരുക തന്നെയാണ്. പല്ലവിയിലും അനുപല്ലവിയിലും പ്രണയിനിയുടെ നായികയുടെ പ്രണയപ്രവാഹമാണ് നാം കണ്ടത്. എന്നാൽ നായികയുടെ പ്രണയം നായകനിൽ ഉണ്ടാക്കിയ മാറ്റത്തിൻ്റെ കാറ്റാണ് ചരണത്തിൽ അലയടിച്ചുണരുന്നത്. നായകൻ സ്വയം നഷ്ടപ്പെടുകയാണിവിടെ. പകൽ കാണുന്ന സ്വപ്നത്തിൻ്റെ ഛായയാണ് അയാൾ ഇപ്പോൾ അനുഭവിക്കുന്നത്. അയാളുടെ അവസ്ഥ അങ്ങനെയായി മാറി. പ്രണയലഹരി അയാളുടെ ബോധത്തെ തന്നെ
കീഴ്പ്പെടുത്തിക്കഴിഞ്ഞു. അയാൾ അബോധത്തിൽ ആണ്ടുപോവുകയും ചെയ്യുന്നു. ഈ അവസ്ഥയിൽ നായകൻ ഒരു വെളുത്ത പൂമ്പൊടിയായി മാറിയതായി പാട്ടിൽ കാണാം. ശ്വേതപരാഗം എന്ന കൽപ്പന സൃഷ്ടിയിലേക്കുള്ള സഞ്ചാരം തന്നെയാണ്. തന്നിലേക്ക് വന്നു ചേർന്ന പ്രണയത്തിൻ്റെ ഉന്മാദത്തിലും ലഹരിയിലുമാണ് അയാൾ. കവിയും കാമുകനും ഭ്രാന്തനും ഒരുപോലെയാണെന്ന് വില്യം ഷേക്സ്പിയർ പറഞ്ഞിട്ടുള്ളത് ഇവിടെ അന്വർത്ഥമാവുകയാണ്. ചരണത്തിൻ്റെ അവസാന ഭാഗം ഇങ്ങനെയാണ്. കാലത്തെ ഒരു കയമായി ഇവിടെ കൽപ്പിച്ചിരിക്കുകയാണ്. അക്കരെ കാണാൻ പറ്റാത്ത കയം. കയമെന്നാൽ ആഴമേറിയത് എന്നാണല്ലോ. കാലം ഘനീഭവിച്ചിരിക്കുന്നു. കാലം ചലിക്കാതെ നിൽക്കുന്നു. കാലത്തിൻ്റെ ഈ ജഡത്വം മരണത്തിൻ്റെ സൂചനയാണ്. കാണാക്കയങ്ങളിലൂടെയുള്ള ഈ യാത്രയിൽ നിങ്ങൾ വരില്ലയോ കൂടെ എന്ന് അയാൾ സ്വന്തം ഓർമ്മകളോട് ചോദിക്കുകയാണ്. മരണത്തിലും തൻ്റെ പ്രണയസ്മൃതികൾ കൂടെ ഉണ്ടാവണമെന്ന് നായകൻ ചിന്തിക്കുകയാണിവിടെ. എം.ടി. രാജേന്ദ്രൻ്റെ രചനയിൽ ജി. ദേവരാജൻ മാസ്റ്ററുടെ സംഗീതത്തിൽ പി. മാധുരിയമ്മ പാടി മനോഹരമാക്കിയ ശങ്കരാഭരണം രാഗത്തിലെ ഈ ഗാനം എല്ലാവരും ഇതിൻ്റെ ആസ്വാദനവും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും അമൃതതീർത്ഥം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, പ്രോത്സാഹിപ്പിക്കണം. ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവെന്ന് കരുതുന്നു. നന്ദി, സ്നേഹം.